ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കാൻ നല്ല തെരഞ്ഞെടുപ്പ്, നല്ല പ്രതീക്ഷ. നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും നമ്മുടെ നാളിലെ അനുഭാവികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നു എന്നാണ് എനിക്ക് എന്റെ പ്രവർത്തകന്മാരിൽ നിന്ന് കിട്ടിയ വിവരം. അതുകൊണ്ട് ഞാനതിൽ സംതൃപ്തനാണ്. നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 100 വരെയൊക്കെ പോകാം. തുടർഭരണം ഒരിക്കലും അവസാനിക്കൂല. അല്ല, തുടർഭരണം ഒരിക്കലും അനുവദിക്കില്ല. UDF അധികാരത്തിൽ വരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 100%ആണത്. ആ 100%ത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അതിങ്ങനെ കുറഞ്ഞ ദിവസമല്ലേ വേണ്ടൂ. അധിക ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആരാ ഭരിക്കുന്നത്. പേരാവൂരൊന്നും ഒരട്ടിമറി നടക്കാൻ സാധ്യതയില്ല. ഞാൻ ഇന്നലെയൊന്നും എല്ലാം ഞാനത് ആ ഭാഗം പരിശോധിച്ചതാണ്. ആ പരിശോധനയിലൊന്നും വലിയ അപാകതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജയിക്കും. സണ്ണി വക്കീലിനെതിരായിട്ടുള്ളൊരു വികാരത്തിന്റെ പ്രതിഫലനമാണ് നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതും ചോദിക്കുന്നതും എല്ലാം. അത് അസത്യമാണ്. അത് ശരിയല്ലാത്ത വാർത്തയാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവിടെ ദയവായി അത് ഇന്നെങ്കിലും അവസാനിപ്പിക്കുക. ഏത് കത്ത്? കത്തിനെ കുറിച്ചിട്ട് അങ്ങനെ ആശങ്കയൊന്നുമില്ല. കത്ത് കൊടുത്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ടത് മാത്രമല്ല, അതൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ്. എന്നിട്ട് വേണം അത് തീരുമാനിക്കാൻ. ആണെന്നും അല്ലെന്നും പറഞ്ഞാൽ അതിനകത്ത് രണ്ടുണ്ടാവുമ്പോൾ അതിനകത്ത് ഒന്ന് കൺഫേം ചെയ്യണമെങ്കിൽ എന്ത് മാർഗം വേണം? അതിന്റെ ശരിയായ വഴിയിലൂടെ പരിശോധിച്ച് എന്നിട്ട് അതിന്റെ റിസൾട്ട് കണ്ടെത്തണം. അത് പരിശോധിക്കാൻ നോക്കാം. അത്രേ. യെസ്, കെ സുധാകരന്റെ പ്രതികരണം ഒരു ടങ് സ്ലിപ്പ് ഉണ്ടായോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നുകൂടി കാണും. പോവുകയാണ്. കെ സുധാകരൻ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. അതിനിടയ്ക്ക് അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിച്ചു. വളരെ കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. ചെറിയൊരു നാക്കുപിഴ സംഭവിച്ചു. പക്ഷേ അപ്പോൾ തന്നെ അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. തുടർഭരണം അവസാനിക്കുമോ എന്നായിരുന്നു ചോദ്യം. തുടർഭരണം ഒരിക്കലും അവസാനിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിൽ അദ്ദേഹം അപ്പോൾ തന്നെ ആ തെറ്റ് മനസ്സിലാക്കി തുടർഭരണം ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറയുകയും ചെയ്തു. അതുതന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാണ്. പക്ഷേ സണ്ണി ജോസഫ് AICCക്ക് അയച്ചതായി പറയപ്പെടുന്ന കത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. അതിപ്പോൾ പറയേണ്ടതല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സണ്ണി ജോസഫ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. സണ്ണി ജോസഫിനെയും അദ്ദേഹത്തെയും വെച്ചാണ് ഇപ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. എന്ന് വെച്ചാൽ സണ്ണി ജോസഫിനെ പേരാവൂരിൽ തോൽപ്പിക്കുന്നതിന് വേണ്ടി കെ സുധാകരൻ അടിപ്പണിയെടുക്കുന്നു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് കേൾക്കുമ്പോൾ അതിൽ ഒരു വിശദീകരണം നൽകുക കൂടിയാണ്. കൃത്യമായി അദ്ദേഹം പറഞ്ഞു സണ്ണി ജോസഫ് ഒരിക്കലും തോൽക്കില്ല. അവിടെ കൃത്യമായ അദ്ദേഹത്തിന് വിജയ സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.